ഹലോ കൂട്ടുകാരെ, കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു മീനാണ് കേരച്ചൂര. അങ്ങനെ ഇന്നത് കേരച്ചൂര തേങ്ങാപ്പാലൊഴിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ചട്ടിയൊക്കെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുവരെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടിയെ ചേർക്കുന്നുള്ളൂ, ഒരുപാട് ചേർക്കുന്നില്ല. അങ്ങനെ ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. എണ്ണയൊന്ന് തെളിയുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി കുതിർത്ത് വെച്ച കുടംപുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ തിളച്ചൊക്കെ ഒന്ന് വറ്റി വരാറാകുമ്പോഴത്തേക്കും ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എന്താണ്ട് ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി കേരച്ചൂര കറി.